ഹലോ, നമ്മൾ മലയാളികൾക്ക് നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. മാമ്പഴക്കാലത്ത് വീട്ടുമുറ്റത്തും തൊടിയിലുമെല്ലാം പഴുത്ത് വീഴുന്ന മാമ്പഴം പെറുക്കിയെടുത്ത് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറി. അങ്ങനെ പഴങ്ങളുടെ രാജാവായ മാമ്പഴം കൊണ്ട്, അതും നല്ല നാടൻ മാമ്പഴം കൊണ്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പഴുത്ത കുഞ്ഞു മാമ്പഴം വെച്ചിട്ടാണ് സാധാരണയായി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറ്. എന്നാൽ അതിവിടെ കിട്ടാത്തതുകൊണ്ടും പിന്നെ മാമ്പഴ പുളിശ്ശേരി കഴിക്കാനുള്ള കൊതി കൊണ്ടും ഞാൻ പഴുത്ത മാങ്ങ നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി ചതച്ചതും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും നീളത്തിലരിഞ്ഞ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കിയ ശേഷം നുറുക്കി വെച്ച പഴുത്ത മാങ്ങ കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത്, പച്ചമുളക്, വെളുത്തുള്ളി, നല്ല ജീരകം എന്നിവ ചേർത്ത് പുളിയുള്ള തൈരും ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. മാമ്പഴത്തിൽ പുഴു ഉണ്ടാകുമോ എന്ന പേടി വേണ്ട. ചില മാങ്ങ പുറമെ നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടിരുന്നാലും ചെത്തി നോക്കുമ്പോൾ ഉള്ളിൽ ചിലപ്പോൾ പുഴു ഉണ്ടാകും. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ പിന്നെ ആ ടെൻഷൻ ഒഴിവാക്കാമല്ലോ. അരപ്പിനി ചട്ടിയിലേക്ക് ഒഴിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇനി അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. ആദ്യത്തെ തിള എല്ലായിടത്തും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ചട്ടി ഇറക്കി വയ്ക്കാം. ഇനി കറി താളിക്കുന്നതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് വറ്റൽമുളക്, വേപ്പില എന്നിവ ചേർത്ത് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഇത് ഇളക്കി ഒരു അരമണിക്കൂർ കറി മൂടി വെച്ച ശേഷം ഉപയോഗിച്ച കറിക്ക് നല്ല സ്വാദ് കൂടും. അപ്പോൾ ഇനി ആരും പഴുത്ത് വീണു പോകുന്ന മാങ്ങ വെറുതെ കളയണ്ട. ചെറിയ മാമ്പഴം ഇല്ലാത്തതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി വെക്കാതെ ഇരിക്കേണ്ട. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.